ടു ടേൽസ് ഓഫ് ക്യുപ്പി. സാധാരണ നമ്മള് ക്രാഫ്റ്റിംഗ് ആണല്ലേ നമ്മുടെ ചാനലിൽ കൂടി ചെയ്യാറുള്ളത്. പക്ഷെ ഇന്ന് ഞാനൊരു വെറൈറ്റി ക്രാഫ്റ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്, ഫുഡ് ക്രാഫ്റ്റിംഗ്. ഇത് ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ആവുമെന്ന് നമുക്ക് തന്നെ ഒരു ഹോപ്പ് ഇല്ലാത്തൊരു വീഡിയോ ആണ്. ഇന്ന് എനിക്ക് വേറൊരാളും കൂടെ ഉണ്ട്, അപ്പു. ഹലോ. അപ്പൊ നമ്മുടെ അനിയനാണ്. കാരണം നമ്മുടെ ഈ ഒരു സാധനം ഉണ്ടാക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാല് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസ് നോക്കി പോയായിരുന്നു. അപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്, നിതിൻ നാരായണൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോഗ്രാഫറാണ്. അടിപൊളി ഫോട്ടോഗ്രാഫറാണ്. അപ്പം ശരിക്കും അയാളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഐഫോണിലൊക്കെ ആണെങ്കിൽ ഫോട്ടോ എടുക്കണം. അതും പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി, ഒരു രക്ഷയില്ലാത്ത ഫോട്ടോഗ്രാഫിയാണ്. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് അങ്ങനെ ഞാൻ ഫോളോ ചെയ്യുന്നതാണ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട്. ഈ പുള്ളിക്കാരനുണ്ടല്ലോ, ലോക്ക്ഡൌൺ തുടങ്ങിയ പിന്നെ ചില ഫുഡൊക്കെ ഉണ്ടാക്കണ സ്റ്റോറീസ് ഇടും. എന്റെ ദൈവമേ, അവർക്കൊക്കെ വയറിളക്കം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഞാനായിരിക്കും കേട്ടോ, ഇവരറിയുന്നില്ല. അപ്പൊ എന്തായാലും പുള്ളിക്കാരൻ ഒരു ഷവർമ ഉണ്ടാക്കുന്നത് മെനിയാന്ന് എന്റെ സ്റ്റോറി കിട്ടും. അപ്പൊ തൊട്ട് എനിക്ക് ഭയങ്കര കൊതി ഷവർമ കഴിക്കണം. സാധാരണ നമ്മളങ്ങനെ ജങ്ക് ഫുഡ് ഒന്നും കഴിക്കാറില്ല, എന്നാൽ പോലും ഇത് ഭയങ്കര കൊതിയായിപ്പോയി. അപ്പോഴേ ഞാൻ നമ്മുടെ ലിറ്റിൽ ഷെഫിനെ വിളിച്ചു. അതാണ് ഞങ്ങളുടെ ലിറ്റിൽ ഷെഫ്. നമുക്ക് ഇങ്ങനെ ഫുഡിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ ഇവനോടാണ് ചോദിക്കാറുള്ളത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി നാടൻ രീതിയിൽ ഷവർമ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോ ഞങ്ങൾ വിചാരിച്ചു എന്നാ പിന്നെ വീഡിയോ എടുത്ത് വെക്കാമെന്ന്. അങ്ങനെ ഒരു ഇച്ചിരി സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമുക്ക് ഒന്നിച്ച് ഷവർമ ഉണ്ടാക്കാം, നാടൻ രീതിയിൽ ഷവർമ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഷവർമ ഉണ്ടാക്കുന്ന ഷവർമയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് ഇങ്ങനെ ചുരുട്ടി കയറ്റി വെക്കേണ്ട കുബൂസാണല്ലോ. അപ്പോൾ ആ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ഈസ്റ്റ് എടുത്തിട്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് വെക്കാൻ പോവുകയാണ്. അപ്പം കുറച്ച് ഈസ്റ്റ് എടുത്ത് അതിൽ കുറച്ച് പച്ചവെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് കുറച്ച് പഞ്ചസാര ഇടാവൂ. കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഈസ്റ്റിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് പഞ്ചസാര വാരി ഇട്ടാണ്ടല്ലോ ഈ കുബൂസിന് കുറച്ച് മധുരമായിപ്പോവും. സോ ഇച്ചിരി പഞ്ചസാര ഇടാം. പിന്നെ അതിനുശേഷം ഞങ്ങൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചു. അതിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഷവർമയ്ക്കകത്ത് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് ഉണ്ടായിരുന്ന കുറച്ച് വെള്ളരിക്കയും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് അരിഞ്ഞു വെച്ചു. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇത് ഭയങ്കര ഒരു എക്സ്പേർട്ട് കുക്കറി അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് നമ്മുടെ ഒരു സ്റ്റൈൽ അറിയാലോ, ആ ഒരു ഇതായിട്ടും കണ്ടു മതി. ചുമ്മാ ഒരു രസത്തിന് ചെയ്തതാണ്. നിങ്ങൾക്ക് കട്ട് ചെയ്യുന്നതിലൊക്കെ കാണാം ആ ഒരു പ്രോ ലുക്ക്. ചെക്കൻ ഭയങ്കര പൊളിയാണ്. നമ്മുടെ ക്യുപ്പിയുടെ വളർച്ചയിൽ ഒരു നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് അപ്പു ചെയ്തിട്ടുണ്ട്. അപ്പുവാണ് എൻ്റെ കയ്യിൽ നിന്ന് ആദ്യമായിട്ട് പൈസ തന്ന് കുപ്പി മേടിക്കുന്നത്. അതുപോലെ ഈ ബോട്ടിലിൻ്റെ ക്യാപ്പൊക്കെ റിമൂവ് ചെയ്യുന്നതിൻ്റെ ആദ്യമൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുമ്പോൾ അപ്പുവാണ് ഓരോരോ ഐഡിയാസൊക്കെ ആയിട്ട് വരണേ. ഇൻസ്റ്റഗ്രാം എന്താണ്, ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് എടുക്കണോ, അതിൽ ഫോട്ടോസൊക്കെ ഇടണോ, തൻ്റെ ഈ കുപ്പീൻ്റെ ഇതൊക്കെ നന്നായിട്ട് പോകുന്നൊക്കെ എനിക്ക് ആദ്യമായിട്ട് പറഞ്ഞു തന്നെ അപ്പുവാണ്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളിലും നമ്മുടെ ക്യുപ്പിയുടെ വളർച്ചയിൽ അപ്പോൾ ഒരു എന്താ പറയണ്ടേ, ഒരു വലിയ സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് എൻ്റെ വക ഒരു കോൺട്രിബ്യൂഷൻ വേണമല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ തട്ടുപ്പുറത്ത് കയറിയിരുന്ന് ഉരുളക്കിഴങ്ങ് അരിയാണ്. ഉരുളക്കിഴങ്ങ് എന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഫ്രഞ്ച് ഫ്രൈസിനാണ്. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർ കുറേ പേര് അത് ട്രൈ ചെയ്ത് സക്സസ് ആയതുകൊണ്ട് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. പിന്നെ ഞങ്ങൾ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞതിന് ശേഷം ആദ്യം കലക്കി വെച്ചിരുന്ന ഈസ്റ്റ് ഉണ്ടല്ലോ, അത് നോക്കിയപ്പം കണ്ടോ ആ കപ്പ് നിറയെ അത് തുളുമ്പി വന്നിട്ടുണ്ട്. അപ്പം ഒരിച്ചിരി കൂടി വലിയ പാത്രത്തിൽ നമ്മളത് ആക്ടിവേറ്റ് ചെയ്യാൻ വെക്കണം. ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പഞ്ചസാര ഇടാവൂ കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഞങ്ങളൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇതിനി കുബൂസ് ഉണ്ടാക്കുമ്പോൾ മതി. അപ്പൊ നമ്മുടെ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് കിടക്കുകയാണ്. ചിക്കൻ എടുത്ത് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. ആ സാധനം ചെയ്യേണ്ട ഒരു പരിപാടിയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് ചിക്കൻ എല്ല് കളഞ്ഞ എല്ലില്ലാത്ത ചിക്കൻ അല്ലെ, ബോൺലെസ് പീസ് എടുക്കുക. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് മേടിച്ചത് കൊണ്ട് കുഞ്ഞു കുഞ്ഞു പീസുകളാണ് നമുക്ക് കിട്ടിയത്. ഇത് നാടൻ രീതിയിലായതുകൊണ്ട് നമ്മളിങ്ങനെ പ്രത്യേകിച്ച് ആ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ആ പരിപാടിയല്ല നമ്മൾ ചെയ്യാൻ പോണേ. സോ ചിക്കൻ എല്ലില്ലാത്ത ഭാഗങ്ങൾ എടുക്കുക. പിന്നെ അതിനുശേഷം അതിലേക്ക് മുളക് പൊടി എടുത്ത് വരി ഇടുക. വീണ്ടും അവരെന്തിനോ അങ്ങോട്ട് പോകുന്നു, എന്റെ തല കിട്ടുന്നില്ലല്ലോ. അതെ, മുളക് പൊടി എത്ര, അപ്പോൾ ഒരു സ്പൂണോളം. ചിക്കൻ അനുസരിച്ച് മുളക് പൊടിയാണ് മുന്നിൽ നിൽക്കേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് മുളക് പൊടി വെക്കാം. അതിനുശേഷം മല്ലിപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടിയാണെങ്കിൽ അര സ്പൂൺ മല്ലിപ്പൊടി. അതിലും കുറച്ച് മഞ്ഞപ്പൊടി പൊടിക്കും ഞങ്ങള്. അടുത്ത കുരുമുളക് പൊടി, അത് ആവശ്യത്തിനാണ്, ഏരിയ അനുസരിച്ച്. എനിക്ക് തട്ടിയിട്ടു.
ഗരം മസാല ഇടുക, അല്ലെങ്കിൽ തന്തൂരി മസാല. ഓക്കെ, അപ്പൊ ഗരം മസാല വേണമെങ്കിൽ ഗരം മസാല ഇടുക, ഇല്ലെങ്കിൽ തന്തൂരി മസാല എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, അതങ്ങനെ ഈസിലി അവൈലബിൾ അല്ല അല്ലേ? അത് ഇടുക. അപ്പം ഗരം മസാല എത്ര എണ്ണം? ഇച്ചിരി ഇട്ടാ മതിയോ? വളരെ കുറച്ച്. തന്തൂരി മസാല ആണെങ്കിൽ കുറച്ച് മതി. ഇനി എന്നാ വേണ്ട? തൈര്. തൈരിന് നിനക്കൊരു ടിപ്പില്ലേ പൂ? തൈര് തൈര് ഒരു ദിവസം മുമ്പ് എടുത്ത് തോർത്തിലങ്ങനെ ഒഴിച്ച് കെട്ടിട്ട് അതിന്റെ വെള്ളം എല്ലാം പോയിട്ട് എടുക്കുവാണെങ്കിൽ നല്ലതാ. അത് മറ്റേ എന്നാ തന്തൂരിക്കോ? തന്തൂരിയൊക്കെ ചെയ്യുന്നതിന് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ തൈരുണ്ടല്ലോ, തോർത്തിലോ അങ്ങനെ വല്ല തുണിയില് അതിന്റെ വെള്ളം മൊത്തം ഈ തൈരിന്റെ വെള്ളം ലിക്വിഡ് ഫോം ഇരിക്കുന്ന എല്ലാം പോയി കഴിഞ്ഞിട്ട് അതിന്റെ ആ കട്ട തൈര് മാത്രം കിട്ടുകയാണെങ്കിൽ അത് ഇത് പുരട്ടി എടുക്കാനൊക്കെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ ലിറ്റിൽ ഷെഫ് പറയുന്നത്. ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് ഇത് നമ്മുടെ ഈ കറി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. തൈര് നീ എത്ര ഒഴിച്ചു? ഒരു സ്പൂൺ. കുറച്ച് തൈര്. ഒത്തിരി ഓടി നടക്കാതെ ചെറിയ പറ്റി പിടിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ കുറച്ച് തൈരും എടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്തിട്ട് ഇത് എന്ത് ചെയ്യണം? ഫ്രിഡ്ജ് വെക്കണം. ഇത് ഫ്രിഡ്ജ് വെക്കണം. മിനിമം 15 മിനിറ്റ് എങ്കിലും നമ്മൾ വെക്കണം. 30 മിനിറ്റ് വെച്ചാൽ അത്രയും നല്ലതായിരിക്കും. സോ അത് നമ്മള് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നു. അപ്പം നമ്മള് ഇനി കുപ്പൂസ് ഉണ്ടാക്കാൻ പോവാണ്. വേണ്ടേ മൈദാമാവ് 1/2 കിലോ, ഏതാണ്ട് ഒരു 1/2 കിലോ മൈദാമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുപ്പൂസ് ഉണ്ടാക്കാനായിട്ടാണ് ഫുൾ മുട്ട, ഒരു മുട്ട, 1/2 കിലോ മൈദയ്ക്ക് ഒരു ഫുൾ മുട്ട. ഓക്കെ, അതിനുശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന ഈസ്റ്റ് ഇതാ ഇത്രയായി കേട്ടോ, അത്രയും നമ്മൾ അതിലേക്ക് ഒഴിക്കണം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞ് ഇനി ഈസ്റ്റ് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. ഒത്തിരി അങ്ങ് ഇത് കുഴയ്ക്കാനും വേണ്ടിയിട്ടുള്ള ഒരു വെള്ളം. ഇതിന്റെ ഇടയ്ക്ക് അവിടെ ആരൊക്കെയോ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്, ഇത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. കൊറോണ കാലം അനുബന്ധ റിപ്പോർട്ടുകളും തുടങ്ങി. പിന്നെ എല്ലാ ആരോഗ്യപ്രവർത്തകരെയും വീട്ടിൽ ഇതുപോലെ ബഹളങ്ങൾ ഉണ്ടാവും കേട്ടോ. നന്നായിട്ട് കുഴയ്ക്കണം. ഇതിന്റെ കൂടി ഇച്ചിരി ഉപ്പും കൂടി ഇടണം. അപ്പൊ ഉപ്പിട്ടു, എന്നിട്ട് നന്നായിട്ട് അത് കുഴച്ചെടുക്കുക. അപ്പൊ ഈ കുപ്പൂസിന്റെ ഈ മാവൊന്ന് ഞങ്ങൾ കുഴച്ചെടുക്കട്ടെ. നമ്മള് കുഴച്ചു വെച്ച മൈദയിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കണേ. എന്തിനാ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നത്? അതിനകത്തൊരു മയം വരാനായിട്ട് നമ്മൾ ചെറുതായിട്ട് ഇച്ചിരി സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് കുഴച്ച് വെക്കും. കുറച്ചു നേരം വെക്കണല്ലേ? കുഴച്ച് എത്ര നേരം വെക്കണം? ഒരു 10-15 മിനിറ്റ്. ഇത് ഇരട്ടിക്കും. ഓക്കെ, ഈ നമ്മള് കുഴച്ച് വെക്കണ ഈ ബോൾ ഉണ്ടല്ലോ മുട്ടനാവും. അതായത് നമ്മൾ ആദ്യം ചേർത്ത മറ്റേ ഈസ്റ്റ് ഉണ്ടല്ലോ, ഈസ്റ്റിന്റെ ബാക്കി, അപ്പൊ ആ ഈസ്റ്റ് ഇതിനകത്ത് ഇരുന്ന് വികസിക്കും. അപ്പൊ അത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം, കുറച്ചാവുന്ന വരെ. അപ്പൊ ഈ സമയത്ത് നമ്മൾ ചിക്കൻ പൊരിച്ചു വെക്കാം. ചിക്കൻ പൊരിക്കാൻ പോവാണ്. ചിക്കൻ പൊരിക്കാനായിട്ട് നേരത്തെ അത് പെരട്ടി വെച്ച ചിക്കൻ ഇതവിടെയുണ്ട്. ആൻഡ് ഹോട്ടായ പാനിലേക്ക് നമ്മള് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അപ്പം ഇത് ഇച്ചിരി നാടൻ ഐറ്റം അല്ലല്ലോ, നാടൻ രീതിയിലാണെങ്കിലും നാടൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. കുറച്ചൊഴിച്ചിട്ട് അവൻ എന്തോ ഒന്ന് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും ആക്കി വെച്ചിട്ടുണ്ട്. ഇത്ര എണ്ണ മതിയോ പൊരിക്കാൻ? ഓക്കെ, ഇച്ചിരി എണ്ണ മതി കേട്ടോ. ഇത് ഫ്രൈ ചെയ്തെടുക്കുമല്ല, നമ്മളൊന്ന് നമ്മള് ഗ്രില്ല് ചെയ്യുന്ന മാതിരി എടുക്കുക. അതുകൊണ്ട് മൊത്തത്തിൽ പൊരിച്ചെടുക്കണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഇനി ഓരോന്നോരോന്നായി പറക്കിയിടുക. ബോൺലെസ് ചിക്കൻ ആണേ. അങ്ങനെ ഇനി ചിക്കൻ വേവുന്ന വരെ കാത്തിരിക്കുക. മണം വരുന്നുണ്ട്. ചിക്കൻ ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ മറുവശം ഒന്ന് ഇട്ട് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തും അടുക്കി പിടിക്കാതെ എല്ലാ ഭാഗത്തും ആവണം. ചൂടായി കുക്കാവണം നന്നായിട്ട്. നന്നായിട്ട് കുക്കായതിനു ശേഷം വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം ബാക്കിയുള്ളതുകൂടി പൊരിച്ചെടുക്കുക. നല്ല കുക്കായിട്ടുണ്ട്.
അങ്ങ് റബ്ബർ പോലെ ആവണ്ട, കുറച്ചൊന്ന് ജ്യൂസി ആയിട്ടിരിക്കണം. അപ്പോൾ ചിക്കൻ 2 റൗണ്ടായിട്ടൊന്ന് പൊരിച്ച് കുറച്ച് സെറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കുപ്പൂസിൻ്റെ പരിപാടി നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കുപ്പൂസിൻ്റെ മാവ് വേണ്ടത്. നമ്മൾ കുപ്പൂസ് ഉണ്ടാക്കാൻ പോവാണേ. കുറച്ച് പിച്ചെടുക്കണം. അതിനുശേഷം കുറച്ച് മൈദാമാവ് ഇട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ടത് പലകയിലേക്ക് വെക്കുക, അടിച്ച് പരത്തുക. അതിനുശേഷം അത് അടിച്ച് പരത്തി വെക്കുക. എന്നിട്ടത് നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക, പരത്തിയെടുക്കുക. ക്യാമറ ഷോ ആയതുകൊണ്ട് കാണാൻ പറ്റാത്ത കേട്ടോ. അത് ഇപ്പം നമ്മൾ നിരത്തി വെച്ചിട്ട് പോലും അതിനകത്ത് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അതാണ് കുപ്പൂസ്. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കണം മാവ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ചപ്പാത്തി മാവ് പോലെ കട്ടിയായിരിക്കും, പക്ഷെ നല്ല സോഫ്റ്റ് ആയിരിക്കണം. എന്തായാലും നിങ്ങൾക്ക് കാണാം ഇവിടെ ഇങ്ങനെ പൊങ്ങിയൊക്കെ വരുന്നത്. ഓക്കെ, നല്ല കനം വേണം. ചപ്പാത്തിയുടെ അത്രയും തിന്നാവരുത്, കുറച്ചൊരു തിക്നെസ് ഉണ്ടാവണം. കാരണം ഇത് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ഇതെന്തായാലും ഈസ്റ്റൊക്കെ ഇട്ടുകൊണ്ട് പൊങ്ങുമല്ലോ. സോ അങ്ങനെ ഞങ്ങൾ കുപ്പൂസൊക്കെ തമ്മിലൊട്ടാത്ത രീതിയിൽ മൈദാമാവൊക്കെ തൂകിയിട്ട് ഇങ്ങനെ പരത്തി വെക്കുകയാണ്. ഇനി ഞങ്ങൾ ചുട്ടെടുക്കാൻ പോകണം. നമ്മൾ ചൂടാക്കി വെച്ച ചെറിയ പാനിലേക്ക് കുപ്പൂസ് ഓരോന്നായി പെറുക്കിയിടുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വെക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ കുപ്പൂസ് പൊന്തി വന്നിട്ടുണ്ട് കണ്ടോ. ചൂട് കണ്ടോ, ഇത്രയും തിക്നെസ്സിൽ ചൂട് ഇത്രയും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, കൊണ്ടു. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ചിക്കൻ ഉണ്ടല്ലോ. നമുക്കിപ്പോ ഇച്ചിരി ചിക്കനേ ഉള്ളൂ, പക്ഷെ ഒത്തിരി കുപ്പൂസ് ഉണ്ട്. അപ്പൊ നമ്മള് ഈ ചിക്കനെ ഇങ്ങനെ ചെറുതായിട്ട് പിച്ചി വെക്കുക. ഒന്നെങ്കിൽ പിച്ചി എടുക്കാം, ഇല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് അരിഞ്ഞ് എടുക്കാം. ഇതിന്റെ ഇടയിൽ നമ്മുടെ കുപ്പൂസ് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ മയനൈസ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. മയനൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം മുട്ട തല്ലി പൊട്ടിക്കണം. മുട്ടയുടെ മഞ്ഞയും വെള്ളയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ 2 മുട്ടയുടെ മഞ്ഞയും വെള്ളവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. വെള്ള ഭാഗത്തേക്ക് നമ്മൾ വേണ്ട കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇതിപ്പോ മയനൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയായിട്ട്. അതപ്പം നമ്മൾ ഈ കുരുമുളക് പൊടിയുടെ ഒരു കറുത്ത കളറൊക്കെ നമ്മുടെ മയനൈസിൽ വരും. സാധാരണ നമ്മൾ കടയിലൊക്കെ കിട്ടുന്ന പോലെ വെള്ള കളറിലെ ക്രീമി അങ്ങനെ ഒന്നും വരത്തില്ല. ഒറിജിനൽ സാധനത്തിന് ഇച്ചിരി ഭംഗി കുറവായിരിക്കും, എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഈ മിശ്രിതത്തിലേക്ക് അടുത്ത ഇൻഗ്രീഡിയന്റ് ഇതാണ് നമ്മുടെ സൺഫ്ലവർ ഓയിൽ. സൺഫ്ലവർ ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ബാക്കി എന്തെണ്ണയായാലും കുറച്ച് ഒഴിക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അത് ഒലിച്ചു പോകാത്തൊരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതായത് പാത്രം കമത്തി വെച്ചാൽ അത് വീഴാത്ത അത്രയും പതിപ്പിച്ച് എടുക്കണം. അങ്ങനെ അതോടുകൂടി നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. യെസ്, പ്രൊസീഡ്. ഓക്കെ, ആദ്യം എന്ത് സാധനം? മയനൈസ് തേക്കുന്നു. എന്തിലേക്ക്? കുപ്പൂസിലേക്ക് തേക്കുന്നു. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് വാരി വിതർന്നു. വീണ്ടും ക്യാരറ്റ്, പിന്നെ കുറച്ച് കുക്കുംബർ വാരി വിതർന്നു. അതിനുശേഷം കുറച്ച് മയനൈസ് അതും കൂടെ ഒഴിക്കുന്നു. അതിനുശേഷം ഒരുപാട് ചിക്കനോട് ചിക്കൻ. അതിനുശേഷം കുറച്ചുകൂടെ മയനൈസ് അവിടെ ഇവിടേക്ക് ഒന്ന് താളിച്ചു കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണ്. റോൾ ചെയ്തെടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ എടുത്ത് അതിനെ കെട്ടിവെക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ വീട്ടിലെ ഹോം മെയ്ഡ് ഷവർമ, ഇത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇവിടെ നിന്നല്ല വിളിക്കുന്നത്. റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 2 സെറ്റ് ചെയ്തു. ആൻഡ് ഇനി എല്ലാം കൂടെ സെറ്റ് ചെയ്യട്ടെ. ശരിക്കും ഇത് കാണാൻ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ ഇല്ലേ? നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ചിക്കൻ ആണെങ്കിൽ നമുക്ക് ഇച്ചിരി കിട്ടിയുള്ളൂ, പക്ഷെ നമ്മൾ ഒത്തിരി ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും ഞങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞങ്ങളിത് വീട്ടുകാർക്ക് കൊടുത്തിട്ട്, എനിക്കറിയാം ഇത് നമ്മുടെ ഒരു ചാനലിന് പറ്റിയൊരു വീഡിയോ ഒന്നും അല്ല, എന്നാലും ഞങ്ങളിത് ചെയ്തപ്പോൾ ഒരു രസത്തിൽ നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ. സോ താങ്ക് യു സോ മച്ച്.